ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്ത് പാടത്തൊക്കെ വെള്ളം കയറിയിട്ട് ആകെ വെള്ളം കയറിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. മഴ ഒന്ന് തോർന്ന ആ സമയത്ത് നോക്കി പോയതാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പറമ്പിലൊക്കെ ആകെ വെള്ളം കെട്ടി നിൽക്കുക കേട്ടോ പറമ്പിലൊക്കെ. ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞതാണ്, നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പാടാണ്. അത് റോഡാണ്, കാരണം നമുക്ക് ഇവിടുത്തെ കുന്നംകുളത്തേക്കുള്ള ഷോർട്ട് കട്ടാട്ടോ. പഴഞ്ഞി കാട്ടമ്പാല വഴി നമ്മൾ കുന്നംകുളത്തേക്കുള്ള ഷോർട്ട് കട്ടാണ്. ഈ ഒരു കൂടെ ബസ് റൂട്ടൊക്കെ ഉണ്ട്, ഒരു 3 ബസ് പോകുന്നുണ്ട് എടപ്പാട് കുന്നംകുളം റൂട്ടിനായിട്ട്. അപ്പോൾ നമ്മൾ ആ വഴിക്കാണ് പോകുന്നത്. ഇതാണ് നമ്മൾക്ക് പോണ വഴി കേട്ടോ. കണ്ടോ, ആൾക്കാരൊക്കെ അത്യാവശ്യം ഒത്തിരി ആൾക്കാരുണ്ട്, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. കാരണം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പാടും റോഡൊക്കെ കൂടി ഒന്നായിട്ട് കിടക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. കണ്ടില്ലേ, നമ്മൾ അധികം അകലേക്കൊന്നും പോയില്ല കേട്ടോ. കാരണം എന്താ, നീന്തൽ അറിയില്ല, എങ്ങാനും വീണ് പോയാലോ. അപ്പോൾ ഇതാണ് നമ്മളെ പെരുന്തിരുത്തി പാടം ഈ നടുവിൽ കാണുന്ന റോഡാണ് കേട്ടോ. പക്ഷേ ആ റോഡൊക്കെ നല്ല വെള്ളമാണ്. ഇത് കൂടെ ഇപ്പോൾ ബസ്സൊന്നും പോകണില്ല. ബസ്സൊക്കെ നമ്മുടെ അതിലൊരു സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കുറച്ച് പാടത്തിലെ കാഴ്ചകൾ കാണാം. നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ വലിയ ആഴമില്ല കേട്ടോ. പക്ഷെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകുന്തോറും അതിൻ്റെ ആഴം കൂടുതലാണ്. കണ്ടോ, ഇതിൽ പാട് ഏതാണ് റോഡ് ഏതാണെന്ന് അറിയാൻ കൂടിയും പറ്റുന്നില്ല. അപ്പോൾ എങ്ങാനും വീണ് പോയി കഴിഞ്ഞാൽ പണി പാടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്ര ദൂരം നിൽക്കുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഒരുപാട് പേര് കുറേ ദൂരത്തേക്കൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മളധികം ദൂരത്ത് നിൽക്കണില്ല കേട്ടോ, നമ്മൾ ഇത്ര നിൽക്കുന്നുള്ളൂ. ഓക്കെ, പാടും റോഡും പോയിട്ട് ഒന്നായിരിക്കുന്നു. ഒരേ ലെവലിലാണ് പാടും റോഡും കൂടി കിടക്കുന്നത് കേട്ടോ. നമ്മളധികം അകലേക്ക് പോകുന്നില്ല, കാരണം ഞങ്ങൾക്ക് 3 ആളൊക്കെ നീന്തലറിയില്ല. പോയതാ. അപ്പോൾ അവരോട് ഞാൻ ഇതുവരെ നിന്നാലേ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് നീന്തലറിയില്ല, അവർക്കും നീന്തലറിയില്ല. അപ്പോൾ ഇവിടെ നിന്നാൽ മതി. പക്ഷേ കുറേ പേര് അത്രയും അകലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇവിടെ നിന്നാൽ മതി.
അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു പോകണ്ട, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ മഴക്കാറൊക്കെ വരുന്നുണ്ട്. ഏത് നിമിഷവും ഒരു മഴ പ്രതീക്ഷിക്കാം. അപ്പോൾ മഴ വരുന്നേക്കാളും മുന്നേ നമുക്ക് വീട്ടിലെത്തണം. പക്ഷേ ആൾക്കാർ ഇപ്പോഴും കുറേ പേരുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് തിരിച്ചു പോകാൻ, കാരണം നമ്മൾ കുട എടുത്തിട്ടില്ല, മറന്നുപോയി കുട എടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നടന്ന് വീട്ടിലെത്തണ്ടേ. അപ്പോൾ കണ്ട ഇപ്പോഴും അവിടെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളവിടെ നിന്ന് പോന്നു ഇനി വീട്ടിലേക്ക്, കാരണം അടുത്ത മഴ എത്തുമ്പോഴേക്കും നമുക്ക് വീടെത്തണം. അങ്ങനെ നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 6:10. അടുത്ത മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. നിറച്ചും ആൾക്കാരവിടെ കേട്ടോ, ഇപ്പോഴും അവിടെ ആൾക്കാരുണ്ട്. കുറേ പേര് റിട്ടേൺ അടിച്ച് നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക്. അതൊക്കെ ആകെ നനഞ്ഞിരിക്കുകയാണ്. നമുക്ക് നീന്തൽ അറിയാത്ത കാരണം നമ്മൾ അധികം അവിടേക്ക് പോയില്ല കേട്ടോ. ഓക്കെ, എല്ലാ മഴക്കാർ വരുന്നുണ്ട്. വേഗം വീടെത്തിട്ടെ, നമ്മൾ കുട എടുത്തിട്ടില്ല. വേഗം പോവാം. വേഗം പോരാതു, മഴപ്പ പെയ്യും. കൊട്ടൊക്കെ മറന്നു. എന്തായാലും വീടെത്തിനേക്കാളും മുന്നേ നമുക്ക് മഴ കിട്ടി. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഒരു കവാടമുണ്ട്, അപ്പോൾ നമ്മൾ അവിടെ കയറിക്കാട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തു തുടങ്ങുന്നുണ്ട്. ഇത് പൊതുവപ്പ അമ്പലമാണ് കേട്ടോ. അയ്യോ, നല്ല അത് മഴ നനഞ്ഞു. മഴക്കാലമായിട്ട് ഞങ്ങൾ കൊടെടുക്കാൻ പറഞ്ഞു. നമ്മൾ മഴയത്താണ് നടക്കുന്നത് കേട്ടോ. കണ്ടോ, കൊടെടുക്കാൻ പറഞ്ഞു. ഇനി അവിടെ കാത്തുനിന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും, മഴ കൂടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മഴ നനഞ്ഞു പോവാണ്. പനി വരുമ്പോൾ തമ്പുരാനറിയാം. മഴയാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചാറ്റൽ മഴ കണ്ടോ, മഴ. അപ്പോൾ നമ്മളിനി വീട്ടിലേക്ക് പോവാട്ടോ. മഴ പനി ജലദോഷമൊക്കെ പിടിക്കാനാവോ, തമ്പുരാനറിയാം. കോടെടുക്കാൻ മറന്നു പോയി, എന്ത് ചെയ്യും നമ്മൾ, എന്ത് ചെയ്യും മല്ലയ്യ. മഴ നനഞ്ഞു പോവന്നെ, ഒരു ഭാഗമില്ല. ആദ്യം മഴ നനഞ്ഞു കിടക്കുന്നുണ്ടോ, ആദ്യം മഴ നനയാനൊരു പോയി. പക്ഷെ ഇപ്പം ഇങ്ങനെ മഴ തുള്ളിയെന്നുള്ളൂ, എന്നാലും മഴ പെയ്യുന്നുണ്ട്. ആകെ നനഞ്ഞു. നമ്മൾ ഇവിടെ ശക്തി കൂടി വരുന്നു. പനി വന്നവിടെ കിടക്കേണ്ടി വരും എല്ലാവരും. മഴയത്ത് നനഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉഷാറാവും. പക്ഷേ കോടെടുക്കാൻ മറന്നു, കോടയുടെ കാര്യം ഓർമ്മ ഉണ്ടായില്ല. കുഴപ്പമില്ല, എന്തായാലും ചെന്നിട്ട് കുളിക്കണം. അപ്പോൾ ഒരു മഴ നനയാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടോ. വീട്ടിൽ വിളിക്കും മഴയൊക്കെ തുറന്നു, മഴയൊക്കെ പോയി. നമ്മൾ വീട്ടിലെത്തി. ഇനി ഫ്രഷ് ആവട്ടെ കേട്ടോ. ആകെ അധികം നനഞ്ഞിട്ടൊന്നുമില്ല, ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ, നല്ല മഴ കിട്ടിയില്ല. അപ്പോൾ എന്നാൽ എന്തായാലും ഫ്രഷ് ആവട്ടെ പോയിട്ട്. ഓക്കെ, അപ്പോൾ വീട്ടിലെത്തി ഫ്രഷായി. അത് ഞങ്ങൾ ചായ ഉണ്ടായി കുടിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കുടയെടുക്കാൻ മറന്നുപോയി. മഴക്കാലമാണ്, എന്നാലും കുടയെടുക്കാൻ മറന്നുപോയി. പിന്നെ വലിയ പെരുമഴയൊന്നും ഉണ്ടായില്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഉണ്ടായി. കുറച്ചിടയ്ക്ക് ഞങ്ങൾ കയറിയിരുന്നു, പിന്നെ നിന്ന് കഴിഞ്ഞാൽ ആ മഴ തോരില്ല. അപ്പോൾ പിന്നെ ഒന്ന് തുറന്നപ്പോൾ ഞങ്ങൾ ആ മഴയത്ത് ഇങ്ങനെ നടന്നു. ജലദോഷം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, പനി ജലദോഷം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അധികമല്ലേ, ചാറ്റൽ മഴ പോലത്തെ മഴയായിരുന്നു. അപ്പോൾ വന്ന് വേഗം ഫ്രഷൊക്കെ ആയി. അതേ നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി ചായ വെച്ചിരിക്കുകയാണ് കേട്ടോ. പാല് തിളപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എല്ലാവരും കൂടി ഒന്ന് ചായ കുടിക്കാൻ പോവാണ്. ചായ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വ്ലോഗ് അവസാനിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണ് വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരുടെ ഏരിയയിൽ ഇതേപോലെ നല്ല മഴയും വെള്ളക്കെട്ടും ഒക്കെ ഉണ്ടായിരിക്കും. എല്ലാവരും സേഫായിട്ടിരിക്കുക, അധികം ആവശ്യമില്ലാതെ പുറത്തിറങ്ങാതിരിക്കുക. വണ്ടിയൊക്കെ ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ മരക്കൊമ്പുകൾ വീണിട്ടും അങ്ങനെ അതുപോലെ തന്നെ ലൈൻ കമ്പിയൊക്കെ പൊട്ടി വീണിട്ടും അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആവശ്യങ്ങൾക്ക് മാത്രം വണ്ടി ഓടിക്കുക, അതായത് പുറത്തിറങ്ങുക. അല്ലാതെ എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. പല വീടുകളിലേക്ക് വെള്ളം സംഭവങ്ങളൊക്കെ കയറലൊക്കെ ഇരിക്കുന്നു. പക്ഷെ നമ്മുടെ എന്തോ ദൈവഭാഗ്യം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്കില്ല. വീട്ടിൽ വെള്ളം കയറൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് വെള്ളം കയറുമ്പോൾ ഈ പാടത്തിൻ്റെ ആ ഭാഗമാണ് വെള്ളം കയറുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.